പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷത്തിൽ നിന്ന് ഒരു തിരുവചനം ഒന്ന് പിക്ക് ചെയ്യണം. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. പ്രതിവചന സങ്കീർത്തനം ഒന്ന് വായിക്കണം. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. ഒന്നാമത്തെ വായനയുടെ തുടക്കത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും, മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദഭാജനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു. കർത്താവിൽ നിന്ന് എന്നെ അകറ്റുന്ന, തടസ്സമായി നിൽക്കുന്ന ഓരോന്നിനെയും എടുത്തു മാറ്റാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിക്കാൻ കാരണമായ നിന്റെ കണ്ണിലെ സ്നേഹഭാജനത്തെ, ആനന്ദഭാജനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു. കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രതിവചന സങ്കീർത്തനം പറയുന്ന കാര്യം, നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. അതിന് കാരണമായ കാര്യത്തെ ഞാൻ എടുത്തു മാറ്റാൻ പോകുന്നുവെന്ന് ഒന്നാമത്തെ വായനയിൽ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. മനുഷ്യപുത്ര, നിന്റെ കണ്ണുകളുടെ ആനന്ദഭാജനത്തെ ഞാൻ ഒറ്റയടിക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു. അതാണ് സുവിശേഷത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഈ ഒരു വചനത്തിലെ ആ ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള വാക്കിലേക്ക് മാത്രം ഫോക്കസ് പോയാൽ ശരിക്കുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ എത്തില്ലാന്നേ. ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലല്ല ഇവിടെ നടക്കുന്നത്. നേരെ മറിച്ച് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. അതായത് കർത്താവിൽ നിന്ന് നിന്നെ അകറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റിക്കളയാം. നിന്റെ കണ്ണിലെ സ്നേഹഭാജനത്തെ, ആനന്ദഭാജനത്തെ ഞാൻ നിന്നിൽ നിന്ന് നീക്കിക്കളയാൻ പോകുന്നു. കാരണം നീ നിന്റെ സ്രഷ്ടാവായ ദൈവത്തെ, നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കുക. കർത്താവിനും എനിക്കും നടുക്ക് നിൽക്കുന്ന തടസ്സം എന്താണെന്നൊന്ന് കണ്ടെത്തിയിട്ട് അതിനെ എടുത്തു മാറ്റാനാണ് പറയണേ. ഇവിടെ സുവിശേഷത്തിൽ കാണുന്ന മനുഷ്യൻ്റെ കർത്താവുമായിട്ടുള്ള തടസ്സം അയാളുടെ സമ്പത്തായിരുന്നു. അയാൾ വലിയ സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മുൻപിൽ കർത്താവുമായിട്ട് ഇങ്ങനെ ഒന്നുചേരാൻ തടസ്സം നിന്നത് അദ്ദേഹത്തിൻ്റെ സമ്പന്നനായ പിതാവായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മുൻപിൽ ഇങ്ങനെ പദവിയും പ്രശസ്തിയുമായിരുന്നു. എടുത്തു മാറ്റുന്നത് കാണാം നമുക്ക് ഇവർക്കൊക്കെ. കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരെ വിളിക്കുന്ന നേരത്തെ വഞ്ചിയും വലയും പിതാവിനെയും വിട്ട് അവരവനെ അനുഗമിച്ചു. തടസ്സം നിന്നിരുന്നത് അവരായിരുന്നു. എനിക്ക് തടസ്സം നിൽക്കുന്നത് ആരാണെന്നൊന്നൊന്ന് ആലോചിച്ച് നോക്കണം. കർത്താവിലേക്ക് എത്തിച്ചേരാൻ, എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ തടസ്സം നിൽക്കുന്നത് ആരാണെങ്കിലും എന്താണെങ്കിലും എടുത്തു മാറ്റാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാതെ. അപ്പം ഞാനൊന്ന് കോൺവെൻറ്റിൽ ചേരാൻ പോകുന്നു, എനിക്ക് ഈശോയുടെ മണവാട്ടിയാവണം എന്ന് പറയുമ്പോൾ അപ്പം പറയാനുണ്ട്, നീ പോയാൽ ഞാനിവിടെ മരിക്കും, നീ പോയാൽ ഞാനിവിടെ മരിക്കും. ഏതൊരു മകൻ്റെയും ഏതൊരു മകളുടെയും മുൻപിലുള്ള വലിയ വെല്ലുവിളിയാണിതാ, അപ്പം മരിക്കും എന്ന് പറഞ്ഞേക്കണേ. പിന്നെ എനിക്ക് ഈശോയിലേക്ക് പോകണ്ട, അപ്പനെ മതി. പക്ഷേ അവിടെ ആ സിസ്റ്റർ തീരുമാനിക്കുന്നുണ്ട്, എന്നാൽ അപ്പം നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം. നീ കോൺവെൻറ്റിൽ പോയാൽ ഞാൻ മരിക്കുമെന്ന് പറയുന്ന അപ്പനോട് ഇവർ പറയുന്ന കാര്യം, എന്നാൽ അപ്പം നമുക്ക് സ്വർഗത്തിൽ കാണാം, എനിക്ക് ഈശോയുടെ മണവാട്ടിയാവാൻ പോയേ പറ്റുള്ളൂ. തടസ്സം നിന്നത് അപ്പനാണ്. എടുത്തു മാറ്റാനായിട്ട് ധൈര്യമുണ്ടായിരുന്നു. ഇന്ന് ക്രിസ്തുവിൻ്റെ ഏറ്റവും തീക്ഷ്ണതയുള്ള, ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മണവാട്ടിയാണ്, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് ജീവിക്കുന്നതിൻ്റെ സന്തോഷം മുഴുവനും അവരുടെ ജീവിതത്തിലുണ്ട്. എനിക്കും എൻ്റെ കർത്താവിനും ഇടയിൽ തടസ്സമായി നിൽക്കുന്നത് എന്താണ്? പള്ളിയിൽ പോകാൻ, പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ, ജപമാല പ്രാർത്ഥന ചൊല്ലാൻ, എല്ലാ ദിവസവും വചനം വായിക്കാൻ എനിക്ക് തടസ്സം നിൽക്കുന്നത് ആരാണ്, എന്താണ്? എടുത്തു മാറ്റാൻ, ഒന്ന് മാറ്റി നിർത്താൻ ധൈര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ എത്തും. അർത്ഥം എന്താണെന്ന് ഞാൻ തിരിച്ചറിയും. കർത്താവേ, അതിനായി നിന്നെ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യമായി ഒന്ന് കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് ഇട നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ മറ്റെല്ലാം തടസ്സം നിൽക്കുന്ന എന്തിനേയും ആരെയും മാറ്റി നിർത്താനായിട്ടുള്ള ധൈര്യം തരണമേ എന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി
കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉള്ളതെല്ലാം വിറ്റ് രത്നം വാങ്ങിയ, മറ്റുള്ളതെല്ലാം വിറ്റൊഴിച്ച് ആ നിലം വാങ്ങിയ മനുഷ്യനെ കണക്ക്. പ്രധാനപ്പെട്ടതെന്തെന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെന്ന് തിരിച്ചറിഞ്ഞ ഒരാൾ ക്രിസ്തുവിന് വേണ്ടി എന്തും ഉപേക്ഷിക്കും, ആരെയും മാറ്റി നിർത്തും. കർത്താവെ, കോംപ്രമൈസുകളുടെ ഈ ലോകത്ത് പലപ്പോഴും നിന്നെ മാറ്റി നിർത്തിയിട്ടാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നതെന്നുള്ള സങ്കടത്തോടുകൂടെ വേണം ഈ രാത്രി ഉറങ്ങാൻ. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി ആരെയും എന്തിനേയും വേണ്ടെന്ന് വയ്ക്കാനായിട്ടുള്ള ധൈര്യം നിറഞ്ഞു കിട്ടണം. കർത്താവെ, സഹായിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.